അമ്മച്ചേ എങ്ങനെ നിങ്ങൾക്ക് ഇതിന് ധൈര്യം വന്നു എന്നുള്ളതാണ്? ധൈര്യം മകന്റെ ധൈര്യമാണ് എന്റെ ധൈര്യം. മക്കളോട് ഞാൻ പറയാറുണ്ട്, ഒരു കാര്യം ചെയ്യുമ്പോ പലരും പറയുന്നത് കേൾക്കരുത്, നമുക്കൊരു ധൈര്യം. അതിന് ചങ്കൂറ്റം മലയാളത്തിൽ പറയും. ചങ്കൂറ്റം. ആ ചങ്കൂറ്റത്തില് നമ്മള് കാര്യങ്ങൾ ചെയ്യാ. അത് വരുന്നവിടെ വെച്ച് കാണാന്നുള്ള വരുന്നടത്ത് വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും കാണാ എന്നുള്ളതാണ് സംഭവം. എന്താ അറിയോ, നമ്മുടെ ഒരു വീട് പണിയിൽ സ്ട്രക്ചർ ആയി കഴിഞ്ഞാൽ പിന്നെ അടുത്ത വലിയൊരു കടമ്പയാണ് നമുക്ക് തേപ്പ് എന്നുള്ളത്. ആ തേപ്പിന് പോകുമ്പോൾ നമ്മൾ നല്ല മണല്, ആദ്യമൊക്കെ പറഞ്ഞാൽ നല്ല അടിപൊളി പട്ടാമ്പി മണൽ വേണം, നല്ല സിമെന്റ് വേണം, ഇതുണ്ടെങ്കിൽ മാത്രമേ തേപ്പ് നടക്കുള്ളൂ എന്നുള്ളൊരു കാലം ഉണ്ടായിരുന്നു. അതിനുശേഷം മണൽ കിട്ടാണ്ടായപ്പോ പിന്നെ എന്താ അറിയോ, അപ്പൊ പിന്നെ നമ്മള് എംസാൻഡ് പോരാന്ന് പറഞ്ഞവരൊക്കെ എംസാൻഡിലേക്ക് പോയി തുടങ്ങി, വേറെ മാർഗമല്ല. ഇതും കഴിഞ്ഞതിന് ശേഷം പിന്നെ ഈ ജിപ്സം ചെയ്യല്, ഇതിന്റെ മേലെ ജിപ്സം ചെയ്യാൻ പാടുള്ളൂ, അല്ലാതെ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് ജിപ്സം അപ്ലൈ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു കാലത്തുനിന്ന് ഇന്നിപ്പോ എല്ലാവരും അകത്ത് ജിപ്സം ചെയ്യുക. പക്ഷെ പുറത്ത് ഒരിക്കലും നടക്കില്ല. പുറത്ത് നമുക്ക് നല്ല അടിപൊളിയായിട്ട് തേക്ക് തന്നെ വേണം, അതിന് നല്ല നന കിട്ടണം. ആ നന കിട്ടിയതിന് ശേഷം എല്ലാം കഴിഞ്ഞതിന് ശേഷം ഉള്ളു ജിപ്സം ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നവിടെ ഒന്നും നോക്കാല്ല, അകത്തും പുറത്തും ജിപ്സം ചെയ്യുക. ആ ഒരു ചങ്കൂറ്റം കാണിച്ചിട്ടുള്ള അമ്മച്ചിയാണ് 7 വർഷം മുമ്പ് ഒരു പ്രശ്നമില്ലാണ്ട് ഇന്ന് നിൽക്കുന്ന ഒരു വീട്. അപ്പൊ എനിക്കിതിന് ധൈര്യം തന്നിട്ടുള്ളത് നമ്മുടെ ആർക്കിടെക്ടർ ആയിട്ടുള്ള നമ്മുടെ ഫാരിസും അതേപോലെ തന്നെ ജംപ്ലാസ്റ്റിന്റെ എല്ലാമായിട്ടുള്ള നമ്മുടെ സുഭാഷ് ഭായി ആണ്. ഇവര് പറഞ്ഞു, മൊയ്നുക്ക 100% ഗ്യാരണ്ടി ധൈര്യമായിട്ട് ഇറങ്ങിക്കോളിയും പറഞ്ഞു. പക്ഷേ അപ്പോഴും എൻ്റെ ഉള്ളിൽ 50% ആയിട്ടുള്ളൂ. ഇതെവിടെയും ചെയ്തത് കണ്ടിട്ടില്ല, ഇതെന്താണെന്നുള്ള അറിയില്ല. അപ്പോഴാണ് പറഞ്ഞത് 7 വർഷമായിട്ട് ചെയ്തിട്ടുള്ള നമ്മുടെ തൃശ്ശൂർ അമല ഹോസ്പിറ്റലിന്റെ പുറകിലായിട്ടുള്ള ഈ സ്ഥലത്തിന്റെ പേരെന്താണ്? അഡാട്ട് സെന്റർ. ഇവിടെ ഈ ഒരു സംഭവം 7 വർഷമായിട്ട് ചെയ്തിട്ടുണ്ട് പറഞ്ഞു. ഇവിടെ വന്ന് കണ്ടപ്പോൾ എന്താ അറിയോ, ഞാൻ 100 അല്ല 110% നമ്മുടെ വീട്ടിലും അത് ചെയ്യാൻ പോണ്. ആ ഒരു ധൈര്യത്തിലാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നത്. ഈ വീടിന്റെ ഉള്ളിൽ കയറിയാലുണ്ടല്ലോ AC ഇട്ട മാറി നിൽക്കണം, അമ്മാരി കൂളിങ്ങും കാര്യമുള്ളത്. അപ്പോൾ ഈ ഒരു സംഗതിയിലേക്ക് നിങ്ങൾക്കൊരു ധൈര്യം വന്നു എന്ന് പറഞ്ഞല്ലേ, എങ്ങനെ ഇപ്പൊ ഇത് ഫസ്റ്റ് ഇതിനെക്കുറിച്ച് പരിചയപ്പെട്ടത്? പരിചയപ്പെട്ടത് ഇവിടെ ഇത് കൊണ്ട് സാധനങ്ങൾ കൊണ്ടിറക്കിയപ്പോ എന്തിനാന്ന് ഞാൻ മകനോട് ചോദിച്ചു. അപ്പൊ അവൻ ഇത് പ്ലാസ്റ്റർ ചെയ്യാനാന്ന് പറഞ്ഞു. കൂടുതൽ എനിക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയില്ല, നമ്മളെ ഈ വീട്ടിലിരിക്കുന്ന ആൾക്കാരല്ലേ. അപ്പൊ പിന്നെ 2 മക്കളുടെ പരിപാടി കഴിഞ്ഞിട്ടുണ്ട്. അതില് മൂത്ത മകന്റെ നമ്മുടെ സാധാരണ മണല്, നമ്മുടെ ഭാരതപ്പുഴ മണല് അതൊക്കെ ഇട്ടിട്ട് തേച്ചുള്ളത്. അപ്പൊ ആ വീടിന് അതിപ്പോ 10 വർഷമായി. അപ്പൊ അതില് വലിയ വിള്ളലൊന്നും വന്നിട്ടില്ല. പക്ഷെ 2ാമത്തെ മകന്റെ പെര പണ്ടപ്പോ നമ്മുടെ സാധാരണ കോറിപ്പൊടി അതിട്ടിട്ടാ. പക്ഷെ അത് എല്ലായിടത്തും വിള്ളലാണ്. പിന്നെയാണ് ഈ പെര ചെയ്യണത്. അപ്പൊ ഇത് പറഞ്ഞിട്ട് നോക്കിയപ്പോ അതിന് വേറെ പ്രശ്നമൊന്നുമില്ല. ഇതിലങ്ങോട്ട് ചെയ്തു. അമ്മ ഈ പറയുന്നത് അപ്പൊ എന്തായാലും പഴയ കാലത്തുള്ള വീടുകൾ കാര്യങ്ങൾ നല്ല ഭാരതപ്പുഴ പട്ടാമ്പി മണ്ണൊക്കെ ഉണ്ടെങ്കിൽ ഒരു വിള്ളലോ കാര്യങ്ങളോ ഒന്നും ഇല്ലാണ്ട്, പക്ഷെ അതിന്റെ ഒപ്പം തന്നെ നല്ല പണിക്കാർ കൂടി വേണം എന്നുള്ളതാണ്, അല്ലാതെ പറ്റൂല. അപ്പൊ നമ്മുടെ സുഭാഷ് ഭായ്, ഈ ഒരു ജംപ്ലാസ് എന്നുള്ള ഒരു കോൺസെപ്റ്റ് ജനങ്ങൾ എന്താ അറിയോ ധൈര്യമായിട്ട് ഏറ്റെടുക്കാത്തത്? ഈ പറഞ്ഞ മാതിരി തന്നെ ഈ ഒരു ജിപ്സം എന്നുള്ളത് പുറത്ത് വെള്ളം തട്ടിക്കഴിഞ്ഞാൽ, വെള്ളം കണ്ടു കഴിഞ്ഞാൽ പൊട്ടിപ്പോകുന്നുള്ള അവിടെ നിങ്ങൾ പുറത്ത്, അതായത് ഈ ഒരു വീട് എന്ന് പറഞ്ഞാൽ 7 വർഷത്തെ 7 മഴയും 7 വെയിലും കൊണ്ട് എല്ലാ കാലാവസ്ഥയും കഴിഞ്ഞു വന്നിട്ട് യാതൊരു പ്രശ്നവുമില്ല. ഇതിന്റെ ഈച്ചന്റെ പെരുവണ്ണം നോക്കി ബോധ്യപ്പെട്ടിട്ടാണ് ഞാൻ ക്യാമറ ഓൺ ചെയ്യാൻ പറഞ്ഞത്. അപ്പോൾ ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെ ഇപ്പൊ ആളുകൾ ഇതിനെ നോക്കി കാണുന്നത്? എല്ലാവരുടെ അടുക്കലും നമ്മൾ കാലങ്ങളായിട്ട് പറയുന്ന കാര്യമാണ്. ഇപ്പോൾ 7 വർഷമായി ഇത് എക്സ്റ്റീരിയർ ചെയ്തിട്ട്, ഇതിനേക്കാളും പഴക്കമുള്ള സൈറ്റുകളുണ്ട്. ഇതൊന്നല്ല ഞങ്ങളുടെ എക്സ്പീരിയൻസ്. ഈ സൈറ്റ് ചെയ്യാൻ വേണ്ടി കിരൺ എന്നാണ് ഹൗസ് ഓണറുടെ പേര്. കിരണ് ധൈര്യം വന്നത് ഇതിനേക്കാളും മുന്നേ ചെയ്തിട്ടുള്ള സൈറ്റ് റെഫറൻസ് കൊടുത്തിട്ടാണ്. തീർച്ചയായും. അപ്പോൾ ഏതാണ്ട് അത്രയും കാലം പഴക്കത്തിൽ നമ്മൾ ചെയ്തിട്ടുള്ള സൈറ്റുകളുണ്ട്, ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ. ഇപ്പോൾ കളമശ്ശേരി പോയി കഴിഞ്ഞാൽ അവിടെ ഞങ്ങൾക്ക് റെഫറൻസ് ഇതിനേക്കാളും പഴക്കമുള്ള സൈറ്റ് ഉണ്ട്. എക്സ്റ്റീരിയർ എന്ന് പറയുന്നത് ഇപ്പം എന്താ പറയുക, ഇന്റീരിയർ നമ്മളെല്ലാവരുടെയും ഇപ്പോൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന, പക്ഷേ എക്സ്റ്റീരിയർ ചെയ്യും എന്നുള്ളത് നിങ്ങൾ 100% പറഞ്ഞിട്ടും സ്വാഭാവികമാണ്, എനിക്കത് കാണലും നിർബന്ധമായിരുന്നു. അപ്പോൾ ഇവിടെ വന്ന് കണ്ടപ്പോണ്ടല്ലോ, നമ്മൾ സിമെന്റില് മണലില് ഒക്കെ ചെയ്തതിനെക്കാട്ടി നല്ല പക്കാ ഫിനിഷും അതുപോലെ എവിടെയെങ്കിലും ഒരു ചെറിയൊരു ക്രാക്കും കൂടി കാണാൻ കഴിഞ്ഞിട്ടില്ല. സംഭവം തന്നെ ഒരു അടിപൊളിയാണ്. ഇത് കണ്ടപ്പോൾ ഞാൻ നിങ്ങൾ ഈ പറഞ്ഞ 100%-നോട് 110% ഞാൻ ആക്സെപ്റ്റ് ചെയ്യണം. ഞാൻ എന്തായാലും ആദ്യം ഞാൻ ജനങ്ങളുടെ പറയുന്നതിന് മുമ്പ് ഞാൻ ചെയ്യണം. അതുകൊണ്ട് ഞാൻ എൻ്റെ വീട് എന്തായാലും ജംപ്ലാസ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ അവിടെ ഉള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, ജിപ്സം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്കും ഇതിൻ്റെ ഒരു പ്രശ്നമാണ്. അപ്പം ഞങ്ങളുടെ അടുക്ക തന്നെ പല ആൾക്കാരും ചോദിക്കുന്നതാണ്. പലരും പറയുന്നുണ്ട് വെള്ളം തട്ടുന്ന ഭാഗത്ത് ചെയ്യരുത്, ഈർപ്പം തട്ടും ബാത്റൂമിൻ്റെ പുറത്ത് ചുമരയരുത്.
ഇതിനൊക്കെ റീസൺ ഉണ്ട്. ഇപ്പം ഞങ്ങളെ പല വീഡിയോസിന് അടിയിലും ഒക്കെ വന്നിട്ട് പല ആൾക്കാരും കമൻറ്റ് ചെയ്യാറുണ്ട്, ഇതാ അവിടെ പറ്റിയിട്ടുള്ളതാണ്, ഇവിടെ പറ്റിയിട്ടുള്ളതാണ്, സീലിംഗ് വന്ന് അടർന്നു പോന്നിട്ടുണ്ട്. ഇതൊക്കെ സംഭവിക്കാം. ഇതിനൊക്കെ ഉള്ളൊരു റീസൺ ഉണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ മണ്ണെടുത്തു കഴിഞ്ഞാൽ മണ്ണ് ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ സാധാരണ മണ്ണാണ് കിട്ടുക. നമ്മൾ കടലിൻ്റെ ഭാഗത്ത് പോയി കഴിഞ്ഞാൽ അവിടുന്ന് മണലാണ് കിട്ടുക. ചില ഭാഗത്ത് പോയി കഴിഞ്ഞാൽ കറുത്ത മണ്ണ് കിട്ടും, ചിലത് ചെമ്മണ്ണുണ്ടാവും, ചിലത് ചരലുണ്ടാവും. ഇതിനെ ജനറലി നമ്മൾ എന്തെന്നാ പറയുന്നത്, മണ്ണ് എന്നാണ് പറയുന്നത്. ഇതെല്ലാം ഡിഫറെൻറ്റ് കാറ്റഗറിയാണ്. ഇതിൻ്റെയൊക്കെ ഡെൻസിറ്റിക്ക് മാറ്റമുണ്ട്, അതിനനുസരിച്ച് ബോണ്ടിങ്ങിന് വ്യത്യാസമുണ്ട്. സെയിം ലൈക്ക് ഇത് തന്നെയാണ് ജിപ്സത്തിന്. ബേസിക്കലി ജിപ്സം എന്ന് പറയുന്നത് 4 ടൈപ്പ് മെറ്റീരിയലാണ്. അത് ആ 4 ടൈപ്പ് മെറ്റീരിയലിന് ഫോസ്ഫോ ജിപ്സം ഉണ്ട്, മെറൈൻ ജിപ്സം ഉണ്ട്, ഹാർഡ് ജിപ്സം ഉണ്ട്, മൈൽഡ് ജിപ്സം ഉണ്ട്. ഈ ഫോസ്ഫോ ജിപ്സം കൺസ്ട്രക്ഷൻ മേഖലയിലേക്ക് എടുക്കാത്തതാണ്. മെറൈൻ ജിപ്സം എന്ന് പറയുന്നത് നമുക്ക് തൂത്തുക്കുടി പോയി കഴിഞ്ഞാലും ഗുജറാത്തിൽ പോയി കഴിഞ്ഞാലും ഉപ്പ് നീറ്റുന്ന സമയത്ത് ഇഷ്ടം പോലെ കിട്ടും. അതിട്ടിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിട്ടിട്ട് ചെയ്യണ്ടെന്നും പറയില്ല, ചെയ്യുന്ന ആൾക്കാരുണ്ട്. ഇതിട്ടിട്ട് ചെയ്യുമ്പോൾ അത് മെറൈൻ മെറ്റീരിയലാണ്. അതിനകത്ത് മോയ്സ്ചർ അടിക്കുന്ന സമയത്ത് അത് പൊടിഞ്ഞു വരും. അത് അതിൻ്റെ നേച്ചറാണ്. അപ്പോൾ ഓരോ സ്ഥലത്തെ ക്ലൈമറ്റിനനുസരിച്ച് വേണം ഈ ജിപ്സം ചെയ്യാൻ വേണ്ടി. അല്ല, ആ മെറ്റീരിയലിന് വരുന്ന വ്യത്യാസമുണ്ട്. അത് ഇന്ന സ്ഥലത്ത് അത് ചെയ്യാൻ പാടുള്ളൂ. നമ്മളിപ്പോൾ ഇറാനിൽ പോയി കഴിഞ്ഞാലും ഈജിപ്തിലൊക്കെ പോയി കഴിഞ്ഞാൽ പിരമിഡുകളും ഒരുപാട് നിർമ്മിതികളും ഉണ്ടാക്കിയിട്ടുള്ളത് എല്ലാം തന്നെ ജിപ്സത്തിലാണ്. അത് അവിടെ കിട്ടുന്നത് വേൾഡിൽ തന്നെ മൈൽഡ് ജിപ്സം കിട്ടുന്നത് ഇറാനിലും ഈജിപ്തിലുമാണ്. അതല്ലാണ്ട് ചൈനയിലുണ്ട്, നമ്മൾ ഇന്ത്യയിൽ തന്നെ ഉണ്ട്, ഒമാനിലുണ്ട്. ഇതെല്ലാം തന്നെ ഹാർഡ് ജിപ്സം കാറ്റഗറി. അതിന് വെയ്റ്റ്ലെസ് ആയിരിക്കും. ആ വെയ്റ്റ്ലെസ് മെറ്റീരിയൽ കൊണ്ട് നമുക്ക് ബോർഡ് കാര്യങ്ങൾ ഉണ്ടാക്കാം. അതിട്ടിട്ട് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അതിട്ടിട്ട് ചെയ്യുമ്പോഴാണ് പുറത്ത് തേച്ച് കഴിഞ്ഞാൽ നനഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ വരും എന്നൊക്കെ പറയുന്നത്. അതിൽ നിന്ന് പ്ലാസ്റ്ററിങ് ഗ്രേഡ് ജിപ്സം ഉണ്ട്, അതാണ് മൈൽഡ് ജിപ്സം. അതിനെ ശരിയായ രീതിയിൽ പ്രോസസ്സിങ്ങും നടത്തണം. ആ പ്രോസസ്സിങ്ങിൽ വരുത്തിയിട്ടുള്ള മാറ്റമാണ് ഞങ്ങൾക്ക് ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഒരേ രീതിയിൽ ചെയ്യാൻ പറ്റുന്നത്. ഇപ്പോൾ നാട്ടിലെ ഒരുപാട് ആളുകളുണ്ടെങ്കിലും ഈ ഇന്റീരിയറിലാണ് നമ്മൾ ജിപ്സം പ്ലാസ്റ്ററിങ്ങിന്റെ ഒരു കോമ്പറ്റീഷൻ കണ്ടിട്ടുള്ളത്. എക്സ്റ്റീരിയറിൽ നമ്മൾ അധികം കണ്ടിട്ടില്ല. ഞങ്ങളുടെ എല്ലാവരും അല്ല, അതെല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ജിപ്സം എന്ന് പറയുന്ന സമയത്ത് ആദ്യം പറയാം ഇത് വെള്ളം നനഞ്ഞാൽ ശരി, ഞങ്ങളത് ചെയ്തിട്ടിട്ട് നിങ്ങൾ ഒരു ബ്ലോക്കിന്റെ മുകളിൽ ചെയ്തിട്ടിട്ട് ഒരു 10 ദിവസം വെള്ളത്തിൽ കൊണ്ടുപോയിട്ടോ അതിനൊന്നും സംഭവിക്കില്ല. വെള്ളത്തിലിട്ടാൽ ഒരു പ്രശ്നം. അതേസമയം ഒരു കണ്ടിന്യൂ ഫ്ലോ വന്നു കഴിഞ്ഞാൽ അതിൻ്റെ മുകളിൽ കൊടുക്കുന്ന സപ്പോർട്ടിങ് മെറ്റീരിയൽസ് ഉണ്ട്, അത് പീൽ ഓഫ് ആയിട്ട് വരും. അതായത് നമ്മൾ സൺഷെയ്ഡിന്റെ ബോർഡർ, പാരപ്പറ്റ്, ഇപ്പൊ ഈ വീടിന്റെ തന്നെ ഇതിന്റെ തൊട്ടടുത്തുള്ള വീട് ഇതൊക്കെ സിമെന്റ് ചെയ്തിട്ടുള്ളതാണ്. അതിന്റെ ഒക്കെ ബോർഡേഴ്സ് നോക്കി കഴിഞ്ഞാൽ കാണാം അത് കംപ്ലീറ്റ് ക്രാക്ക് വന്നു, കംപ്ലീറ്റ് വൃത്തികേടായിട്ട് കിടക്കുന്നുണ്ടായിരിക്കും. സിമെന്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് പറയുന്നത്. അതിന് ആർക്കും ഒരു പ്രശ്നമില്ല, നമ്മൾ മനസ്സാൽ അതിനെ അംഗീകരിച്ച കാര്യമാണ്. ജിപ്സ് ആണെങ്കിലും പ്ലാസ്റ്ററിങ്, ഞാൻ വീണ്ടും എടുത്ത് പറയണം, പ്ലാസ്റ്ററിങ് ജിപ്സം ആണെങ്കിൽ ഈ പറഞ്ഞ പ്രശ്നങ്ങളും അതിനുണ്ടാവുള്ളൂ. അപ്പോൾ അതിനെയാണ് ആ ഒരു പ്രശ്നം വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ഒരു പോർഷനിൽ മാത്രം, എക്സ്റ്റീരിയറിലെ ടോട്ടൽ പോർഷനല്ല പറഞ്ഞത്, ഈ കണ്ടിന്യൂ വാട്ടർ ഫ്ലോ വരുന്ന ബോർഡേഴ്സ്, പാരപ്പറ്റ് തുടങ്ങിയ ഭാഗങ്ങളിൽ ട്രീറ്റ് ചെയ്തിട്ടുള്ള മെറ്റീരിയൽ. കാരണം നമ്മൾ അതിൻ്റെ മുകളിൽ കൊടുക്കുന്ന സപ്പോർട്ടിങ് മെറ്റീരിയലിന് കറക്റ്റായിട്ടുള്ള ബോണ്ടിങ് കിട്ടണം. ഇപ്പോൾ ചില ആൾക്കാർ പറയും വാട്ടർ പ്രൂഫ് അതിൻ്റെ മുകളിൽ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലും ആ സപ്പോർട്ടിങ് ഇതെല്ലാം തന്നെ സപ്പോർട്ടിങ് മെറ്റീരിയലാണ്. ആ സപ്പോർട്ടിങ് മെറ്റീരിയലിന് അതിൻ്റെ മുകളിൽ ബോണ്ടിങ് കിട്ടണം. അതാണ് ഇതിൻ്റെ നെഗറ്റീവ്. എല്ലാവരും പറയും ജിപ്സം പ്ലാസ്റ്റർ ചെയ്തിട്ട് നേരെ അതിൻ്റെ മുകളിൽ വാട്ടർ പ്രൂഫ് ചെയ്യുക എന്നുള്ളതാണ് ചില ആൾക്കാർ പറയുക. അതായത് ആ വാട്ടർ പ്രൂഫ് ചെയ്യുന്നതിലല്ല കാര്യമുള്ളത്. ആ വാട്ടർ പ്രൂഫ് ചെയ്ത് കഴിഞ്ഞാലും പെട്ടെന്ന് തന്നെ അതിന് പീൽ ഓഫ് ആവും. കാരണം ജിപ്സം എന്ന് പറഞ്ഞാൽ എക്സ്ട്രീം സ്മൂത്ത് സർഫസ് ആണ്. അപ്പം അതുകൊണ്ടാണ് ആ ഭാഗങ്ങൾ ഞങ്ങൾ ട്രീറ്റ് ചെയ്തിട്ടാണ്. അതിനകത്ത് വേറെ കുറച്ച് കണ്ടൻറ്റ് ജിപ്സത്തിനകത്ത് മിക്സ് ചെയ്തിട്ട് വരുന്നുണ്ട്. ആ ഒരു പോർഷനിൽ മാത്രം നമ്മൾ ആ രീതിയിൽ ട്രീറ്റ് ചെയ്യുന്ന മെറ്റീരിയലാണ് യൂസ് ചെയ്യുക. ബാക്കിയെല്ലാം തന്നെ ഇൻറ്റീരിയർ ആൻഡ് എക്സ്റ്റീരിയർ ഒറ്റ പോർഷനാണ് ചെയ്തു പോകുന്നത്. മെറ്റീരിയലിന് വ്യത്യാസമില്ല. അതിലൊരു മിക്സിങ്, അഡീഷണൽ മിക്സിങ് വരികയാണ് ഈ ഒരു പർട്ടിക്കുലർ പോർഷനിൽ മാത്രം അല്ലേ? ഓക്കെ. ഈ ഒരു പർട്ടിക്കുലർ ഏരിയ, അതായത് നമ്മൾ ഈ ബോർഡേഴ്സ്, അതുപോലെ തന്നെ പാരപ്പറ്റ്, അതേമാതിരി സൺഷെയ്ഡ്, ഇങ്ങനെയുള്ളവിടെ നിങ്ങൾ സ്പെഷ്യൽ ട്രീറ്റ് ചെയ്യുക അല്ലേ? അപ്പോൾ ഇങ്ങനെയൊക്കെ കൂടി വരികയാണെങ്കിൽ സ്വാഭാവികമായിട്ട് നമ്മുടെ പ്രേക്ഷകരുണ്ടാവും. അപ്പോൾ ഇങ്ങനെയൊക്കെ വരികയാണെങ്കിൽ ഭയങ്കര എക്സ്പെൻസീവ് ആവുമല്ലോ ഇങ്ങനെ ട്രീറ്റ് ചെയ്യൽ, അതേമാതിരി വാട്ടർ പ്രൂഫിങ്, ഇതൊക്കെ കൂടി ചെയ്തു വരികയാണെങ്കിൽ. സാധാരണ ഒരു തേപ്പും നമ്മുടെ ജെം പ്ലാസ്റ്റും ആയിട്ടുള്ള ഒരു സ്ക്വയർ ഫീറ്റ് കണക്കാക്കുമ്പോൾ ഇതിൽ പ്രൈസിൽ വരുന്ന വേരിയേഷൻ എങ്ങനെയാണ്? നമ്മൾ തേപ്പിനായിട്ട് മാത്രം കമ്പാരിസൺ നടത്തിയിട്ട് കാര്യമില്ല. അതിന് ഒന്ന് ജിപ്സം പ്ലാസ്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തേപ്പ്, വൈറ്റ് സിമെൻറ്റ്, പുട്ടി, ഈ 3 വർക്കാണ് തീരുന്നത്. ഓക്കെ.
പല ആൾക്കാരും പറയും ഇത് പ്ലാസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ മുകളിൽ വീണ്ടും പുട്ടി കയറ്റണം എന്ന് പറയും. പുട്ടി കയറ്റേണ്ടി വരുന്ന മെറ്റീരിയൽസ് ഉണ്ട്, ഇല്ല എന്ന് പറയുന്നില്ല. പിന്നെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ഇതിന് സർവീസ് കൊടുക്കണം. അതായത് ഫിനിഷിങ് കഴിഞ്ഞതിന് ശേഷം ഫസ്റ്റിൽ തേപ്പ് കഴിഞ്ഞതിന് ശേഷം ടൈല് കാര്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം കറക്റ്റായിട്ട് അതിനെ ഫിനിഷ് ചെയ്തിട്ട് എടുക്കണം. അത് പല ആൾക്കാരും ചെയ്യില്ല. അത് ആ ഒരു സർവീസ് പലരും കൊടുക്കില്ല. പിന്നെ ചില മെറ്റീരിയൽസിന് ക്രാക്ക് വരാനുള്ള സാധ്യതകളുണ്ട്. അത് പ്രോപ്പറായിട്ട് അപ്ലൈ ചെയ്യാത്തതിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെയാണത്. അപ്പോൾ ഇതൊക്കെ കറക്റ്റായിട്ട് നോക്കിയും കണ്ടിട്ടൊക്കെ ഇതൊക്കെ ചെയ്തു പോകണം. ആ ചെയ്തു പോകുന്ന സമയത്ത് ഇതെല്ലാം നല്ല വൃത്തിക്ക് കിട്ടും. അങ്ങനെ വരുന്ന സമയത്ത് സാധാരണഗതിയിൽ ഒരു സിമെൻറ്റ് പ്ലാസ്റ്ററിങ് ചെയ്ത് അതിൻ്റെ മുകളിൽ വൈറ്റ് സിമെൻ്റ് അടിച്ച് കുട്ടിയിടുന്നവരുള്ള കോസ്റ്റ് ആയിട്ട് കമ്പാരിസൺ ചെയ്യുമ്പോൾ ഇതിന് വരുന്നത് ഞങ്ങൾ 45 to 55 രൂപ വരെയാണ് റേറ്റ് വരുന്നത്. ഇത് ഒന്നും ഒരു ഫിക്സഡ് റേറ്റ് അല്ല. ഓരോ സൈറ്റിൻ്റെയും ഘടനയ്ക്ക് അനുസരിച്ചിട്ടാണ് മാറ്റങ്ങൾ വരിക. ഒന്ന് നമ്മൾ നോക്കുക കെട്ടിൻ്റെ ലെവലാണ് നോക്കുക. അതായത് ഒരു സ്റ്റാൻഡേർഡ് പ്ലാസ്റ്ററിങ് തിക്നെസ് എന്ന് പറയുന്നത് 8 മുതൽ 12 mm ആണ്. അപ്പോൾ അത് എല്ലാ സൈറ്റിലും കിട്ടണം. ചില സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ 1.5 ഇഞ്ച് 2 ഇഞ്ചൊക്കെ കനം കയറുന്ന വാളുണ്ട്. ആ തൂക്കിട്ടിട്ട് കറക്റ്റ് ഇട്ടിട്ട് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇത്രയും മെറ്റീരിയൽ കയറും. അപ്പോൾ ഇതിൻ്റെ ഒക്കെ റേറ്റ് ഞങ്ങൾക്ക് നോക്കണം. അല്ലാതെ ഇതിന് ഇപ്പോൾ ഒരു വീട് ചെയ്തു, അവിടെ 45 രൂപയാണ്, അടുത്ത വീട്ടിൽ ചെന്നിട്ട് 48 രൂപ അല്ലെങ്കിൽ 50 രൂപ എന്ന് പറയുന്ന സമയത്ത് അപ്പുറത്തെ അതല്ല, ആ വീട് പോലെയല്ല ഇവിടെ. ഓരോരുത്തരുടെ സ്ട്രക്ചറിനനുസരിച്ചിട്ട് റേറ്റ് വന്ന് പിന്നെ നമുക്കവിടെ മെറ്റീരിയലിന് കറക്റ്റായിട്ട് ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടാവണം. ലേബേഴ്സിനെ കറക്റ്റായിട്ട് അക്കോമഡേറ്റ് ചെയ്യാനുള്ള ഫെസിലിറ്റിയും കാര്യങ്ങളും ഉണ്ടാവണം. ഇതെല്ലാം ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമുക്കൊരു സൈറ്റിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്. അല്ലാണ്ട് നമുക്കൊരു സൈറ്റ് കാണാതെ നിങ്ങൾക്ക് സ്ക്വയർ ഫീറ്റ് റേറ്റ് എത്രയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ രീതിയിൽ പറയാൻ പറ്റില്ല നമുക്കൊരിക്കലും. അപ്പൊ ഇതിന്റെ സ്ട്രക്ചർ എന്നുള്ളത് മെയിൻ ആയിട്ടുള്ള ഒരു സംഗതിയാണ്, ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം. അപ്പൊ പ്രോപ്പർ ആയിട്ട് കെട്ടല്ല എന്നുണ്ടെങ്കിൽ സാധനങ്ങൾ കൂടും, അതിനനുസരിച്ച് കോസ്റ്റും കൂടും. സുഭാഷ് ഭായ്, അപ്പൊ നമ്മൾ ഈ വീട് കംപ്ലീറ്റ് ചുറ്റി കണ്ടിട്ടുണ്ടായിരുന്നു. ഇതിന്റെ ഓരോ മുക്കും മൂലയും എവിടെയെങ്കിലും വല്ല ക്രാക്ക് ഉണ്ടോ, എന്താ ഇവിടുത്തെ വല്ല ഫിനിഷിങ് വല്ല പോയിട്ടുണ്ടോ, എല്ലാം നടന്ന് കണ്ടു, ബാക്കും സൈഡും എല്ലാം. ഇപ്പൊ കണ്ടതിൽ എനിക്ക് പോരായ്മ തോന്നിയത്, എക്സ്റ്റീരിയറിൽ ഒരു പോരായ്മ, നമ്മൾ ഈ പാരപ്പറ്റ് ഉണ്ടല്ലോ, ആ പാരപ്പറ്റ് 2 കളറായിട്ടും അതേപോലെ തന്നെ അതൊരു രണ്ടായിട്ട് നിൽക്കണ്ടേ, എന്താണ് സംഭവം? അതായത് നമുക്ക് കണ്ടിന്യൂ ഫ്ലോ വരുന്നൊരു പോർഷൻ വരുന്നുണ്ട്. അവിടെ നമ്മൾ സിമെന്റാണ് ചെയ്ത് കൊടുത്തിട്ടുള്ളത് അന്ന് 7 വർഷം മുമ്പ്. ആ ഭാഗം, അതായത് ഇതിന്റെ സൺഷെയ്ഡിന്റെ ബോർഡർ വരുന്ന ഭാഗം, അതുപോലെ പാരപ്പറ്റിന്റെ ഭാഗം, ഇതെല്ലാം തന്നെ അന്ന് നമ്മൾ സിമെന്റ് ആണ് ചെയ്തിട്ടുള്ളത്. കണ്ടിന്യൂ ഫ്ലോ വരുന്ന ഭാഗം, അതായത് സൺഷെയ്ഡിന്റെ ബോർഡർ, പാരപ്പറ്റിന്റെ ഭാഗം, അതുപോലെ ഷോവാളിന്റെ ആ പോർഷൻ, ഇങ്ങനെയുള്ള ഭാഗങ്ങൾ, കണ്ടിന്യൂ ഫ്ലോ വരുന്ന ഭാഗങ്ങൾ എല്ലാതും തന്നെ ആ ബോർഡേഴ്സ് മാത്രം നമ്മൾ സിമെന്റിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. അതാണ് അവിടെ വരുന്ന വ്യത്യാസം. അപ്പൊ അതെ, ആ ബാക്കിയുള്ള അതിന്റെ താഴെയുള്ള ഭാഗം ഒരു പ്രശ്നമില്ല. അത് അതിന്റെ ഫിനിഷിങ്ങിന് തന്നെ മാറ്റം നമുക്ക് വേറെ തന്നെ അറിയാം. അപ്പൊ അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത് ഇതാണ്. ആ ഒരു വ്യത്യാസം വരാതിരിക്കാനാണ് ഞങ്ങൾ കാലങ്ങളായിട്ട് ഓരോ വർഷം കൂടും തോറും ഇന്ന് ഓരോ അപ്ഡേഷൻ ഞങ്ങളുടെ മെറ്റീരിയൽ ചെയ്തിട്ട് പല അപ്ഡേഷനും കാര്യങ്ങളും വരും. അതെ, ഇപ്പൊ കഴിഞ്ഞ വർഷം ചെയ്യുന്ന രീതിയിലുള്ള മെറ്റീരിയൽ അല്ല ഇന്ന്. അത് ഞങ്ങളുടെ ലേബേഴ്സ് ചെയ്യുന്ന സമയത്ത് തന്നെ അവരത് പറയും. ഞങ്ങൾ ഓരോ ബാച്ച് എടുക്കുന്ന സമയത്തും ഏറ്റവും കുറഞ്ഞത് ഒരു 1.5 വർഷത്തിലെങ്കിലും ഞങ്ങളെ മെറ്റീരിയലിന് അപ്ഡേഷൻ ഉണ്ടായിരിക്കും. അതിൻ്റെ മെയിനായിട്ട് ജിപ്സത്തിന് കാൽസിനേഷൻ പ്രോസസ്സിംഗ് ആണ്. ആ കാൽസിനേഷൻ പ്രോസസ്സിങ്ങിൽ വരുന്ന മാറ്റമാണ് ഞങ്ങളെ മെറ്റീരിയലിന് ഓരോ കാലത്തും വന്നിട്ടുള്ള അപ്ഡേഷൻ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഞങ്ങൾ ഓരോന്നും ചെയ്തു വന്നിട്ടുള്ളത്. അപ്പൊ ഇന്നിപ്പോ ആ സിമെന്റ് ഇടേണ്ട കാര്യങ്ങളോ ഒന്നുമില്ല. ഇന്നിപ്പോ നിങ്ങൾ ഈ പറഞ്ഞ മാതിരി സ്പെഷ്യലായിട്ട് ട്രീറ്റ് ചെയ്തിട്ട് ഒരുപാട് ഫ്ലോ വരുന്ന ഭാഗങ്ങളിൽ ഈ സംഭവമാണ് ഇട്ട് വരുന്നത് അല്ലേ? അതിന് ഇതൊക്കെ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഏറ്റവും ആദ്യം വേണ്ട കാര്യം എന്ന് പറയുന്നത്, ആ ചെയ്യുന്ന ആൾക്ക് ആ ക്ലയന്റിന് ഒരു ആത്മവിശ്വാസം ഉണ്ടാവണം. അതായത് എന്റെ വീട് ചെയ്യുമ്പോൾ എനിക്ക് ഉണ്ടാവണം ആ ആത്മവിശ്വാസം. എനിക്ക് ഫുള്ളായിട്ട് 100% വന്ന് അല്ലേ അമ്മച്ചി പറഞ്ഞ അപ്പൊ അത് വേണം, അതില്ലാണ്ട് പറ്റൂല അല്ലെ. അതായത് 100 ആൾക്കാരുടെ വാക്ക് കേട്ടിട്ട് നിങ്ങൾ നിങ്ങളുടെ ഒരു വീടിന്റെ വർക്കിന് വേണ്ടിയിട്ട് നിന്ന് കഴിഞ്ഞാൽ ഇത് എവിടെ എത്തലുണ്ട്. അതായത് ആള് കൂടിയ പാമ്പ് ചാവില്ല. അഭിപ്രായം ചോദിച്ചു നിൽക്കുകയാണെങ്കിൽ അഭിപ്രായം മാത്രമായിരിക്കും, പണി അവിടെ നിൽക്കും. അതെ, ഇതൊന്നും കണ്ട ആൾക്കാരായിരിക്കില്ല, പരിചയിച്ചിട്ടുള്ള ആൾക്കാരായിരിക്കില്ല, മുറിവൈദ്യന്മാരാണ്, വെച്ച അലക്കോര്. അതെ. പിന്നെ അതിനകത്ത് മറ്റൊരു നെഗറ്റീവും ഉണ്ട്. അതായത് ജിപ്സത്തിന്റെ ബേസിൽ വരുന്നൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ, നമ്മളെ നാട്ടിൽ
ഇഷ്ടം പോലെ ലോക്കൽ മെറ്റീരിയൽസ് ഉണ്ട്. ഈ ലോക്കൽ മെറ്റീരിയലിൻ്റെ അതിപ്രസരമാണ് ഇതിനൊക്കെ കാരണം. അവിടെ ഉണ്ടാകുന്ന ഒരു മെയിൻ ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്, നമ്മൾ എത്ര നല്ല മെറ്റീരിയൽ കൊണ്ടുപോകുന്ന സമയത്തും അതിനേക്കാളും 10 രൂപയൊക്കെ വേരിയേഷനിൽ സ്ക്വയർ ഫീറ്റിൻ്റെ മുകളിലും മറ്റുള്ള മെറ്റീരിയൽ ചെയ്ത് കൊടുക്കാമെന്ന് പറയുമ്പോൾ ഞങ്ങൾ പറയുന്ന വർത്തമാനങ്ങളൊക്കെ തന്നെയാണ് ഏതാണ്ട് അവരും പറയുന്നത്. അപ്പോൾ അത് വെച്ച് കേട്ട് പോയി അവർ ചെയ്യും. ചെയ്ത് കഴിഞ്ഞിട്ട് പണി കിട്ടുന്ന സമയത്ത് അവർ പറയുക ഇന്ന സാധനം ചെയ്തിട്ടാണ് പ്രശ്നമായത് എന്നല്ല പറയുക, ജിപ്സം ചെയ്തു, അതെ. അതവിടെ ജിപ്സം എന്ന് പറഞ്ഞ മെറ്റീരിയലിനെ ജനറലൈസ് ചെയ്യണം അവിടെ ചെയ്യുന്നത്. ഇത് ഏതാണ് മെറ്റീരിയൽ ചെയ്തതെന്ന് ആരും പറയില്ല. അതായത് അവര് ഈ ലോക്കൽ മെറ്റീരിയൽ ആണോ ചെയ്ത് അല്ലയോ ജംപ്ലാസ്റ്റ് ആണോ ചെയ്ത് എന്നുള്ള ഒന്നും പറയില്ല. ജിപ്സം ചെയ്ത് പണി കിട്ടി, അപ്പൊ എല്ലാവർക്കും പണിയാണ്. അതെ, ഓക്കെ. അതാണ് അതിന്റെ വ്യത്യാസം എന്ന് പറയുന്നത്. നിങ്ങൾ പറഞ്ഞ ഉറപ്പാണ് കേട്ടോ. ഞാൻ എക്സ്റ്റീരിയർ ധൈര്യമായിട്ട് ചെയ്യാം. ഞാൻ പറയുമ്പോ വേറെ പേരും കൂടി വരുന്നവരോട് പറയാറുണ്ട്. പറയാറുണ്ട്. മൂപ്പര് തന്നിട്ടുള്ള ധൈര്യമാണ് അമ്മച്ചി ചെയ്തിട്ടുള്ളത്. അപ്പൊ അമ്മച്ചി പറഞ്ഞിട്ടുള്ള ധൈര്യമാണ് ഞാൻ ചെയ്യാൻ പോണത് അല്ലേ? അപ്പൊ എക്സ്റ്റീരിയർ എന്റെ മകന്റെ ധൈര്യം ആരുടെ വാക്കും കേൾക്കാതെ അവനോടും പറഞ്ഞിട്ട് ആൾക്കാർ ഇത് റെഡി ആയിട്ടാണ്. പക്ഷെ അത് അവനും കേട്ടിട്ടില്ല. അവനും ഉഷാറായിട്ട് ചെയ്തു, ഒരു പ്രശ്നമില്ല. ഇന്ന് ഉഷാറായി പോകുന്നുണ്ട്. പിന്നെ ഞാൻ വേറൊരു കാര്യം വന്നപ്പോ അമ്മച്ചീന്റെ ചോദിച്ചു, അമ്മച്ചി ഞാൻ വരുന്നതിന്റെ ഭാഗമായിട്ട് നിങ്ങൾ ഇതിന്റെ ഉള്ളിലൊക്കെ AC ഇട്ട് വെച്ചോന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. AC എന്നിട്ട് സംഭവം വേറെ ലെവലാട്ടാ. ഈ ഉച്ചക്ക് നട്ട് ഉച്ചക്ക് ആയാലും ശരി ഇതിന്റെ ഉള്ളിൽ കയറുന്ന സമയത്തുണ്ടല്ലോ നല്ല അടിപൊളി തണുപ്പ്. സമയം 12:45 1 മണിയാവാൻ പോണു. ഇതിന്റെ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ എന്താ തണുപ്പറിയോ? അത് ഞാൻ തൊട്ട് നോക്കി, പിന്നെ ഞാൻ ഇങ്ങനെ കവള് വെച്ച് നോക്കി, എന്താ തണുപ്പറിയോ? ഉള്ളിൽ കയറുമ്പോൾ AC ഇട്ടൊരു ഫീല്. അവിടെ ജനലൊക്കെ തുറന്നു വെച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ മാതിരി തന്നെ എക്സോസ്റ്റും കാര്യങ്ങളും എല്ലാം ഉണ്ട്. പക്ഷെ യാതൊരു കുഴപ്പമില്ല. അതെന്താണ്? അതിന് കാരണം എന്താണ്? ശരിക്കും ഈ എക്സ്റ്റീരിയർ ജിപ്സം ചെയ്തതുകൊണ്ടാണ്. ഇന്റീരിയറും എക്സ്റ്റീരിയറും ജിപ്സം ചെയ്യുന്നത് കൊണ്ട് തന്നെ ചൂട് ഉള്ളിലേക്ക് കടത്തി വിടില്ല. അതായത് ചില ആൾക്കാർ നമ്മളെടുക്കാൻ പറയാറുണ്ട്, സീലിംഗ് നിങ്ങൾ ചെയ്യണ്ട, സീലിംഗ് ഞങ്ങൾ ജിപ്സം ബോർഡ് ചെയ്യണം. ജിപ്സം ബോർഡ് ചെയ്തത് കൊണ്ട് ഒരിക്കലും ഹീറ്റ് റെഡ്യൂസ് ആവില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ഓഫീസുകളിലൊന്നും ചൂടുണ്ടാവാൻ പാടില്ല. അതേസമയം ഒരു 2 ഫ്ലോറുള്ള വീടാണെന്നുണ്ടെങ്കിൽ താഴത്തെ ഫ്ലോറ് നിങ്ങൾ സീലിംഗ് ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷെ മോളിന്ന് മെയിനായിട്ട് നമ്മളെ വീടിനകത്തേക്ക് ചൂടിറങ്ങുന്നത് മോളിന്ന് വാർപ്പ് ചൂടായിട്ടാണ്. ആ ചൂട് ഉള്ളിലേക്ക് കടത്തി വിടാണ്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ മോൾ ഭാഗം നിങ്ങൾ ജിപ്സം ചെയ്യണം. ജിപ്സം ചെയ്യുന്ന ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഹീറ്റ് റെഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. അതാണ് ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ്. ഇന്ന് നമ്മളെ എൻവയോൺമെന്റിൽ ചൂട് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഓരോ കാലം കൂടുന്തോറും. മഴയത്ത് മഴക്കാലം കഴിഞ്ഞാൽ പിറ്റത്തെ ദിവസം മുതൽ നമുക്ക് ചൂടാണ്. അപ്പൊ ആ ചൂട് നമുക്ക് വരാണ്ടിരിക്കണം എന്നുണ്ടെങ്കിൽ മുകളിലത്തെ സീലിംഗും കൂടി കറക്റ്റ് ചെയ്ത് പ്ലാസ്റ്റർ ചെയ്തെങ്കിലേ നമുക്ക് ഉള്ളിലേക്ക് ആ ചൂട്. അപ്പൊ നമ്മള് പൈസ ലാഭം നോക്കിയിട്ട് ഇത് എന്താണ് ജിപ്സം ബോർഡ് വെച്ചിട്ട് സീൽ ചെയ്യാൻ പോണതാണ്. അത് കാരണം അതിന്റെ മേലെ നിങ്ങൾ ജിപ്സം ചെയ്യണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനനുസരിച്ചിട്ടുള്ള ചൂടും കാര്യവും എന്തായാലും കിട്ടും. പ്രത്യേകിച്ച് ഓപ്പൺ ടെറസിൽ വെയിൽ തട്ടുന്ന ഭാഗങ്ങളിൽ. അമ്മച്ചിക്ക് കൈതുകൊണ്ട് നിങ്ങളുടെ ഈ കൈ ഈ ഒരു ഉറപ്പാണ് ഞാൻ എന്റെ പെരയിൽ ചെയ്യാൻ പോണ്. നിങ്ങൾ ഈ ചെയ്യുന്ന ഈ ഒരു ഉറപ്പാണ് ഞാൻ എന്റെ പ്രേക്ഷകരുടെ അടുത്തും പറയാൻ പോണു. ധൈര്യമായിട്ട് ചെയ്യാന്നുള്ളത്. ധൈര്യമായിട്ട് ചെയ്യാം. ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. പിന്നെ അവര് ഒരു വാക്ക് കേൾക്കരുത്. ഒരു തീരുമാനം, ഒറ്റ തീരുമാനം, ചങ്കൂറ്റത്തോടെ നമ്മൾ ഇറങ്ങാൻ പോകും. അപ്പോൾ സുഭാഷ് ഭായ് താങ്ക് യു വെരി മച്ച്. വളരെ വിശദമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. എൻ്റെ പേരിലും അതേപോലെ തന്നെ എൻ്റെ പ്രേക്ഷകരുടെ പേരിലും ഞാൻ പ്രത്യേകം നന്ദി പറയാണ്. വേറൊന്നുമല്ല, നമ്മൾ ട്രഡീഷണലായിട്ട് ചെയ്തു വരുന്ന ഒരു സംഗതി. അതിൻ്റെ മേലെ നമ്മൾ സിമെൻറ്റ് കാര്യങ്ങളൊക്കെ തേപ്പ് കഴിഞ്ഞാൽ അതിൻ്റെ മേലെ നമ്മൾ പ്രൈമർ, അതേപോലെ തന്നെ വാട്ടർ പ്രൂഫിങ് കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് പ്രോസസ്സ്. ഇതൊന്നും ഇല്ലാതെ തന്നെ നിങ്ങൾ ഈ ഒരു പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാൽ സംഭവം കംപ്ലീറ്റ് ആയി. അതായത് എക്സ്റ്റീരിയറിൽ ഇതുപോലെ ജിപ്സം ചെയ്യുന്ന വേറൊരാളില്ല. ജംപ്ലാസ്റ്ററിന് ഒരു കോമ്പറ്റീറ്ററില്ല. ഈ എക്സ്റ്റീരിയർ ചെയ്യാമെന്ന് ധൈര്യമായിട്ട് വന്നിട്ടുള്ള അമ്മച്ചി പറഞ്ഞ മാതിരി ചങ്കൂറ്റത്തോട് വന്നിട്ടുള്ള ഒരു കമ്പനി തന്നെയാണ് ജംപ്ലാസ്റ്റ്. എന്തെന്നായാലും നമ്മളിങ്ങനെ കൂടെ നിൽക്കുകയാണ്, നമ്മളും ഇത് ചെയ്യാൻ വേണ്ടി പോവാണ്. അപ്പോൾ എന്താ പറയുക, നമ്മളുടെ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങളെ വിളിക്കണം, കോൺടാക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് കോൺടാക്ട് ചെയ്യേണ്ടത്? അതിന് ഇതിനകത്ത് കൊടുത്തിട്ടുള്ള നമ്പറും കാര്യങ്ങളിലും കോൺടാക്ട് ചെയ്താൽ ഞങ്ങൾക്ക് ഇന്ന് 7 സ്റ്റേറ്റിൽ ഞങ്ങൾക്ക് സർവീസ് ഉണ്ട്. എവിടെയൊക്കെ? കേരള, തമിഴ്നാട്, ആന്ധ്ര, തെലങ്കാന, കർണാടക, ഒഡീഷ, ഛത്തീസ്ഗഡ്.
ഇവിടെയൊക്കെ നിങ്ങളുടെ വർക്ക് നടന്നുകൊണ്ടേയിരിക്കുകയാണ്. അതെ. അപ്പൊ ഇതിൽ വേറെ ഇതിന്റെ ഒരു വർക്കേഴ്സ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വർക്കേഴ്സ് തന്നെ വന്ന് ചെയ്യേണ്ടത് കറക്റ്റ് ആയിട്ട് അല്ലെ? നിങ്ങളുടെ വർക്കേഴ്സ് വന്ന് പക്ക പ്രൊഫഷണലി ഈ സംഭവം ചെയ്തു പോകുന്നുള്ള. അപ്പൊ ചങ്ങന്മാരെ, 7 വർഷം മുമ്പ് നമ്മുടെ അമ്മച്ചി എടുത്തിട്ടുള്ള ധൈര്യം, ആ ഒരു തീരുമാനം, അതിന്റെ പുറകിൽ പിൻപറ്റിക്കൊണ്ടാണ് ഞാൻ എൻ്റെ വീട്ടിൽ ജംപ്ലാസ്റ്റ് കൊണ്ട് ഇന്റീരിയറും എക്സ്റ്റീരിയറും ചെയ്യാൻ പോണ്. ഇവിടെ വെച്ച് ഞാൻ തീരുമാനം എടുക്കുകയാണ്. അപ്പൊ എന്താ അറിയോ, നമ്മുടെ കേരളത്തിൽ ഇന്ന് കൂടിക്കൊണ്ടുവരുന്ന ചൂടിൽ നിന്നും രക്ഷ നേടാനും അതുപോലെ തന്നെ നമ്മുടെ വീട് പക്ക ഫിനിഷായിട്ട് ഒരു ക്രാക്കും ഇല്ലാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ധൈര്യമായിട്ട് ചൂസ് ചെയ്യാവുന്നതാണ് ജംപ്ലാസ്റ്റ്. അപ്പൊ എന്താ അറിയോ, നമ്മൾ ഇനി മുതൽ ജംപ്ലാസ്റ്റിലേക്ക് മാറും. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.